കേരളത്തിലാകെ ഇപ്പോൾ തൂഫാനാണല്ലോ ഒരു തരംഗമായിട്ട് നിൽക്കുന്നത്. അപ്പം കേരളത്തിൽ മാസത്തിൽ 100-300 കോടിയുടെ മയക്കുമരുന്ന് ഇപ്പോഴും പെടുലിയപ്പെടുന്നുണ്ടെന്ന് താങ്കളൊരു ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു അറിവല്ലേ? MDMA ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. എല്ലാ വിലപിടിപ്പുള്ള മയക്കുമരുന്ന് സാധനങ്ങളും കേരളത്തിൽ നിന്ന് സുലഭമാണ്. ഈ 10 വർഷമായി ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല, വെറുതെ വർത്താനം പറയുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് MDMA ഉപയോഗിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നറിയുമ്പോൾ ഞെട്ടലുണ്ടോ? തീർച്ചയായിട്ടും 8ാം ക്ലാസ് വേണ്ട, അത് താഴെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും ചെയ്യുന്നുണ്ട്. അഡിക്റ്റായ ആളിന് വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല. അയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. ഇപ്പോൾ രസകരമായ കാര്യം, കേരളത്തിൽ ഇപ്പോൾ DJ പാർട്ടികൾ 70% കുറഞ്ഞിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? താങ്കളൊരു 2 ആൺകുട്ടികളുടെ അച്ഛൻ കൂടിയാണ്. അപ്പം ഒരു കേസിൽ ഒരു പയ്യൻ ആദ്യമായിട്ട് ഉൾപ്പെട്ടുകൊണ്ട് സ്റ്റേഷനിൽ വരികയാണ്. അങ്ങനെ ഒരു വിവരം താങ്കൾ കിട്ടുമ്പോൾ താങ്കളുടെ അച്ഛനാണോ അതോ ആഭ്യന്തരമന്ത്രിയാണോ കൂടുതൽ ആക്റ്റീവ് ആവുക? അച്ഛനാണ് കൂടുതൽ ആക്റ്റീവ് ആവുക, പിന്നീടാണ് ആഭ്യന്തരമന്ത്രിയാവുക. ആ മക്കളെ രക്ഷിക്കണ്ടേ? ഞാനൊരു അച്ഛനല്ലേ, നമ്മളെ ഉത്തരവാദിത്തമുള്ള ആ സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്യണ്ടേ? കേരളത്തിലാകെ ഇപ്പോൾ തൂഫാനാണല്ലോ ഒരു തരംഗമായിട്ട് നിൽക്കുന്നത്. അപ്പം വളരെ ക്ലിക്കിംഗ് ആയിട്ടുള്ള ഒരു പേരിലേക്ക് എങ്ങനെ എത്തിയത്? അത് നമ്മളിങ്ങനെ നമ്മുടെ ടീമായിട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴേ നമുക്കത് അടിച്ച് തൂഫാനാക്കണം എന്ന് പറഞ്ഞു. അപ്പം എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല, നമ്മളങ്ങനെ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ. അപ്പോൾ ആ ടീം തന്നെയാണ് പറയുന്നത്, എന്നാൽ പിന്നെ ഞങ്ങൾ തുഫാൻ പേരിട്ട് കളയാം. ഈ തുഫാൻ എന്ന വാക്ക് അറബിക് വാക്കാണ്, അറബിയിൽ പ്രയോഗിക്കാം സാധാരണ ഗതിയിൽ, പിന്നെ ഹിന്ദിയിൽ പ്രയോഗിക്കുന്നത് കൊടുങ്കാറ്റിനാണ്. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിച്ച ഒരു കൊടുങ്കാറ്റ് പോലെ ആഭ്യന്തര വകുപ്പ്, കേരളത്തിലെ പോലീസ് ഈ മയക്കുമരുന്ന് വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്ക് മേൽ ആഞ്ഞടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ആ ടീം പറഞ്ഞു തന്ന ഒരു പേരാണ്. ഇന്നിപ്പോൾ അങ്ങനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരായി ഇത് മാറി. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഈ പത്രങ്ങളിൽ വന്ന കണക്കുകൾ പ്രകാരം ആദ്യത്തെ ഒരു മാസം കൊണ്ട് നമ്മൾ പോലീസൊക്കെ ചേർത്ത് പിടിച്ചെടുത്തിട്ടുള്ളത് 30 കോടിയോളം രൂപയുടെ മയക്കുമരുന്നാണെന്നാണ് പറയുന്നത്. UN ഒരു കണക്ക് പ്രകാരം ഈ വിപണിയിലുള്ള മയക്കുമരുന്നിൻ്റെ ഒരു 10% പിടിക്കാൻ പറ്റാറുള്ളൂ. അപ്പം കേരളത്തിൽ മാസത്തിൽ 100-300 കോടിയുടെ മയക്കുമരുന്ന് ഇപ്പോഴും പെടുലിയപ്പെടുന്നുണ്ടെന്ന് താങ്കളൊരു ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു അറിവല്ലേ? തീർച്ചയായിട്ടും എന്നെ മാത്രമല്ല, കേരള ജനതയെ തന്നെ അസ്വസ്ഥപ്പെടുന്ന കാര്യമാണ്. 30 കോടി അല്ല, ആക്ച്വലി അതിൽ കൂടുതൽ വരും. അറിയാമല്ലോ, MDMA ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈബ്രിഡ് കഞ്ച. അത് തായ്ലൻഡ് വഴി ഒമാനിൽ പോയി, ഒമാനിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വന്ന് പാകിസ്ഥാനിൽ വന്ന് ഇന്ത്യയിലേക്ക് വരും. അത് കേരളത്തിലെത്തും. അത് ഹെറോയിൻ ഉൾപ്പെടെയുള്ള എല്ലാ വിലപിടിപ്പുള്ള മയക്കുമരുന്ന് സാധനങ്ങളും കേരളത്തിൽ നിന്ന് സുലഭമാണ്. അപ്പോൾ അത് നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ആഭ്യന്തരമന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ, കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആഭ്യന്തരമന്ത്രിയായപ്പോൾ തന്നെ വിദ്യാലയങ്ങളിൽ മുമ്പിൽ ഇതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർ, അതോടൊപ്പം തന്നെ കുട്ടികളെ ചെറിയ രീതി മയക്കുമരുന്ന് കൊണ്ടുള്ള പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചാൽ അതിൻ്റെ പേര് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്നായിരുന്നു. അപ്പോൾ ആ പദ്ധതി പിന്നീട് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയില്ല, പുതിയ ഗവൺമെൻറ് വന്ന ശേഷം. ഈ 10 വർഷമായി ഈ ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല, വെറുതെ വർത്താനം പറയുന്നതല്ലാതെ ഒന്നും ചെയ്തില്ല. പിന്നെ ഞാനൊരു പ്രൗഡ് കേരള, എൻ്റെ ഒരു NGO ആണ്. NGO നേതൃത്വത്തിൽ കേരളത്തിൽ 14 ജില്ലകളിലും വൻതോതിലുള്ള ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഈ ഓപ്പറേഷൻ തുഫാൻ തുടങ്ങാൻ പ്രേരണയായ കാര്യങ്ങളാണ്. ഞങ്ങളന്ന് പ്രൗഡ് കേരളയുടെ ആഭിമുഖ്യത്തിലുള്ള വാക്കത്തോൺ നമ്മൾ വിചാരിച്ചതിൽ കൂടുതൽ വിജയകരമായി. എല്ലാ ആളുകളും അതിൽ പങ്കാളികളായി. അതിനകത്തൊന്നും രാഷ്ട്രീയമൊന്നുമില്ലായിരുന്നു, എല്ലാവരും പങ്കാളികളായി. അതിന് അന്നത്തെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു, എല്ലാ മന്ത്രിമാരും അഭിനന്ദിച്ചു. അപ്പം അതുകൊണ്ട്, പക്ഷേ നമ്മളന്ന് ഗവൺമെൻറ് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ I thought that I have to act. നമ്മൾ തൂഫാൻ വഴിക്ക് നമ്മളതിനെ കട്ടിൽ ചെയ്യാൻ നോക്കുന്നതൊക്കെയും റീറ്റെയിൽ എൻഡിലുള്ള പെഡ്ലേഴ്സിനെയും അതിൻ്റെ യൂസേഴ്സിനെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ മയക്കുമരുന്നിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഇത് അകത്തോട്ട് വരുന്നത് പോർട്ട് വഴിക്കും വിമാനത്താവളങ്ങൾ വഴിക്കും അല്ലെങ്കിൽ ട്രെയിനുകൾ വഴിക്കും ഒക്കെയാണ്. ആ ഒരു ആസ്പെക്റ്റിൽ ഈ ഓപ്പറേഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ തലത്തിലുള്ള എല്ലാ ഏജൻസികളുടെയും യോഗം വിളിച്ചു. IB, കസ്റ്റംസ്, CRPF, പിന്നെ മറൈൻ പോലീസ് ഉൾപ്പെടെയുള്ള കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ സെൻട്രൽ ഏജൻസികളുടെ യോഗം വിളിച്ച് അവരുടെ സഹകരണം തേടി അവരെല്ലാം സഹകരിക്കുകയാണ് ഇപ്പം. അപ്പോൾ അവരുടെ എല്ലാ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വൻതോതിലുള്ള
വലിയ ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ പിടിക്കുന്നത്. മാത്രമല്ല ഇന്ന് ഈ ഏജൻസികളുടെ ഇൻഫർമേഷനാണ് ഏറ്റവും പ്രധാനം. IBയുടെയൊക്കെ ഇൻഫർമേഷൻ, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഇൻഫർമേഷൻ, അതെല്ലാം കളക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ ആസൂത്രിതമായ റെയ്ഡും നടപടികളുമാണ് ഓപ്പറേഷൻ തുഫാനിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു വളരെ ഞെട്ടിക്കുന്നൊരു വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡോക്ടർ ഒരു സ്കൂളിൽ ഒരു കൗൺസിലിങ്ങിന് പോയപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അവിടെ അനോണിമസ് ആയിട്ട് ചിറ്റുകൾ കളക്ട് ചെയ്തു ഉപയോഗത്തെക്കുറിച്ച്. അപ്പോൾ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു, ഞാൻ MDMA ഉപയോഗിക്കുന്നുണ്ട്, ഞാനിപ്പോൾ നിർത്താം, പക്ഷേ എൻ്റെ ഇതുവരെയുള്ള ഉപയോഗത്തിന് സൈഡ് എഫക്റ്റ് കുറയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് MDMA ഉപയോഗിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നറിയുമ്പോൾ ഞെട്ടലിട്ടോ? തീർച്ചയായിട്ടും 8ാം ക്ലാസ് വേണ്ട, അത് താഴെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് പോലും ചെയ്യുന്നുണ്ട്. കാരണം എന്താ, ഇവരെ ഇപ്പം ഞങ്ങൾ കാസർഗോഡ് ഒരു റെയ്ഡ് നടത്തിയപ്പോൾ പോലീസിന് ഒരു ക്ലീൻ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ബോർഡ് വെച്ച സ്ഥലം ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത അത് പരിശോധിച്ചപ്പം അവിടെ ഒരു ക്ലീനിങ് ആക്ടിവിറ്റി നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് ഈ ചെറിയ മിഠായികൾ ഉണ്ടാക്കുക, എന്നിട്ട് അത് കുട്ടികൾക്ക് കൊടുക്കാൻ അതിനുള്ള ഒരു മെഷീൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. 60 ലക്ഷം രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ അത് കർണാടകത്തിനെയും കേരളത്തിനെയും ഉദ്ദേശിച്ച് തുടങ്ങിയതാണ്. 60 ലക്ഷം രൂപയുടെ മെഷീൻ കൊണ്ടുവന്ന് അവിടെ ഈ കൂൾ ലിപ്സ് എന്ന് പറയും, കൂൾ ലിപ്സ്, ആ സാധനം ഉണ്ടാക്കി കേരളത്തിൽ തമിഴ്നാട്ടിലുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണ്, ചെറിയ കുട്ടികൾ. അപ്പോൾ ഇത് ഇങ്ങോട്ട് ലിപ്സിൽ വെച്ചാൽ ഭയങ്കര തണുപ്പുണ്ടാവും, കൂൾ എഫക്റ്റ് ഉണ്ടാവും. അതിനകത്ത് യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്നുണ്ട്. കുറേ കഴിഞ്ഞ് കുട്ടിക്ക് ഇതില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ അങ്ങനെ വളരെ വ്യാപകമായ തോതിൽ ക്ലാസ് മുറികളിൽ, ഹോസ്റ്റലുകളിൽ, വിദ്യാലയങ്ങളിലൊക്കെ ഇത് വളരെ വ്യാപകമാണ്. അപ്പോൾ ഇതിനെ തടയുക എന്നുള്ളതാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ഈ പോലീസിൻ്റെ ഒരു ഇടപെടൽ പരിശോധിക്കുമ്പോൾ നാട്ടിൽ മയക്കുമരുന്നുണ്ടെന്നും അത് ഇന്ന സ്ഥലത്താണ് നടക്കുന്നതെന്നും ഒക്കെ നാട്ടുകാർക്ക് അറിയാം. പക്ഷേ പോലീസിൽ അറിയിച്ചാൽ ഈ മയക്കുമരുന്ന് വിൽക്കുന്നവരെ തന്നെ ഒന്ന് വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്ന കേസുകൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ആസ്പെക്റ്റിൽ നാട്ടുകാർക്ക് പോലീസിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് ചെയ്തത്? ഇപ്പം നാട്ടുകാർക്ക് കോൺഫിഡൻസ് ഉണ്ട്. പണ്ടായിരുന്നെങ്കിൽ അവരെ പേടിയായിരുന്നു, ഇപ്പോൾ അവർക്ക് നാട്ടുകാരെ പേടിയാണ്. കാരണം പോലീസിനെ അറിയിച്ചാൽ പോലീസ് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തില്ല. ഞങ്ങൾ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആരറിയിച്ചാലും ആ പേര് പറയാതെ ഞങ്ങളെ പോലീസ് നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം ജനങ്ങളെ പേടിയാണ്. ആർക്ക്? ഈ അക്രമകാരികൾ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. ഒരു വിട്ടുവീഴ്ചയില്ല ഈ കാര്യത്തിൽ. അതുകൊണ്ട് ജനങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു. ജനങ്ങൾ ഈ കാര്യങ്ങൾ പോലീസിന് കൈമാറുന്നു. അങ്ങനെ കൈമാറുന്ന വിവരങ്ങൾക്കനുസരിച്ച് പോലീസ് ആക്ട് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സ്. സാധാരണഗതിക്ക് ഇപ്പം എന്ത് കേസിലായാലും, പ്രത്യേകിച്ച് മയക്കുമരുന്ന് കേസിലൊക്കെ ഒരാളെ പിടിച്ചു, പോലീസ് അറസ്റ്റ് ചെയ്തു, കൊണ്ടുപോയി, ഉടനെ ശുപാർശ കോൾ വരും. അപ്പം കഴിഞ്ഞ ദിവസം പൂഞ്ഞാർ MLA സെബാസ്റ്റ്യൻ MJ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, ഈ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്ന ആർക്കു വേണ്ടി ശുപാർശയുമായിട്ട് ആരും വരരുത് എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലെ 140 MLA-മാരും മന്ത്രിമാരെല്ലാവരും ഓരോ പ്രഖ്യാപനം അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ നടത്തിയാൽ ഒരു പക്ഷേ അതൊരു സന്ദേശമായിരിക്കില്ലേ? അല്ല, ഞാൻ തന്നെ നടത്തി. ആര് ശുപാർശ ചെയ്താലും അത് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ആര് ശുപാർശ ചെയ്താലും കാര്യമൊന്നുമില്ല, അത് എടുക്കില്ല. കാരണം പോലീസിന് വ്യക്തമായ നിർദ്ദേശമാണ്. ആരെങ്കിലും അങ്ങനെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും വിട്ടാൽ അവരുടെ പേരിൽ നടപടി ഉണ്ടാകും. അതുകൊണ്ട് പോലീസിന് അതറിയാം. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം വളരെ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, DGP മുതൽ കോൺസ്റ്റബിൾ വരെ ഈ ദൗത്യത്തിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരാരും ഒരു കുഴപ്പവും കാണിക്കുന്നില്ല. അത് നമ്മുടെ നാടിനെയും സമൂഹത്തെയും വളർന്നു വരുന്നൊരു തലമുറയെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആഗ്രഹം അവരുടെ മനസ്സിലുമുണ്ട്. പോലീസുകാരും മനുഷ്യരാണല്ലോ, അവർ കേരളത്തിലുള്ളവരാണല്ലോ, അവരുടെ മനസ്സിലും അതുണ്ട്. കാരണം ഇത് കടന്നുപോയി. ഈ നിലയിൽ പോയാൽ കേരളം എവിടേക്കെത്തും എന്നുള്ള ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതാണ് ഇതിൻ്റെ വിജയത്തിന് കാരണം. ഒന്നുകൂടെ ഡീപ്പായിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം. ഈ വിഷയത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും കുട്ടികൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കാരണം വീടുകളിലെ ഏകാന്തത, അച്ഛനമ്മമാരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറവ്, അവിടെ വഴക്ക് കിട്ടുന്നു, ശിക്ഷിക്കുന്നു, താരതമ്യപ്പെടുത്തുന്നു മറ്റുള്ളവരായിട്ട്. അപ്പോൾ വീട്ടിലൊരു ഐസൊലേഷൻ ഫീൽ ചെയ്യുന്നവരാണ് പുറത്തിറങ്ങിയിട്ട് ഇതിൽ ആശ്രയം കണ്ടെത്തുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിൻ്റെ ഒരു സോഴ്സിൽ കട്ട് ചെയ്യാൻ വേണ്ട ഇടപെടലുകൾ നടക്കുന്നുണ്ട്. ഞങ്ങളതുകൊണ്ട് ഇത്തവണ ഇന്ന് പോലീസിൻ്റെ ഒരു യോഗം ഞാൻ ഹൈ ലെവൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുന്നു. അത് പ്രധാനമായും പോലീസിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഈ പോലീസ് സ്റ്റേഷനിൽ വരുന്നവരുടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം, ഒരു പെറ്റീഷൻ കിട്ടിയാൽ എങ്ങനെ നടപടി, ഈ കാര്യത്തെ പറ്റിയൊക്കെ ഒരു മോഡേണൈസേഷൻ ഓഫ് പോലീസ് സ്റ്റേഷൻ, ഹൗ ടു മേക്ക് ദിസ് പോലീസ് സ്റ്റേഷൻ മോർ പീപ്പിൾ ഫ്രണ്ട്ലി എന്നുള്ളതായിരുന്നു. അതിനകത്തേക്ക് ഒരു തീരുമാനം കൂടെ എടുത്തു. കാരണം നേരത്തെ ഈ ജനമൈത്രി പോലീസ് ഉണ്ടായിരുന്നു, അവിടെ ബീറ്റ് പോലീസുണ്ട്. ഓരോ വീടുകളിലും
ഇത്ര പേർ ഒരു പോലീസ്. അപ്പം നമ്മൾ അവരെ കൊണ്ട് ഇപ്പോൾ പ്രായം ചെന്ന ആളുകൾക്ക് പോലും ബീറ്റ് പോലീസ് സഹായമാണ്. വീട്ടിലാരുമില്ല, അമ്മയും അച്ഛനും ഇല്ല, 2 പ്രായമായ മാതാപിതാക്കളാണ് ഉള്ളത്. പ്രായം ചെന്നവർ, കുട്ടികൾ വിദേശത്തായിരിക്കും, കുട്ടികൾ സ്കൂളിൽ പോകും. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ബീറ്റ് പോലീസ്. അപ്പോൾ ഈ ബീറ്റ് പോലീസിനെ ശക്തമാക്കിക്കൊണ്ട് ഈ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. ഇവിടെ പറഞ്ഞത് 100% ശരിയാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ടായിരുന്നു. വീട്ടിൽ 10-15 ആളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ആരുടെ ഒരു സങ്കടം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ആളുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ തന്നെ അച്ഛൻ്റെ സഹോദരിമാരുണ്ട്, അപ്പച്ചിമാർ, അവരോട് നമുക്ക് നമ്മുടെ പരാതി പറയാമായിരുന്നു. ഇപ്പോൾ എന്താ മൈക്രോ ഫാമിലി, ഒരു അച്ഛൻ, ഒരു അമ്മ, 2 മക്കൾ. അച്ഛനും അമ്മയും ജോലിക്കാരായിരിക്കും. അവർ കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോഴായിരിക്കും പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നത്. അവരെ ശ്രദ്ധിക്കാൻ സമയമില്ല, ഭക്ഷണം പാകം ചെയ്യുന്നു, അവരവരുടെ മുറി നിൽക്കുന്നു, അച്ഛനും അമ്മയും അവരവരുടെ മുറി നിൽക്കുന്നു. അപ്പോൾ ഒരു പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് മയക്കുമരുന്ന് മാത്രമല്ല, പല കുട്ടികളെ ആത്മഹത്യയിലേക്ക് വരെ വിടുന്നുണ്ട്. കാരണം സമ്മർദ്ദങ്ങൾ ആരോടെങ്കിലും പറയാനോ മാനസികമായിട്ടൊരു റിലാക്സേഷൻ കിട്ടാനോ ഒന്നുമുള്ള അവസരമില്ല. അവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നെ ചോദ്യം. ചെയ്യുന്നുണ്ട്, അത് നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സ്കൂളുകളിൽ നമുക്ക് ഡോക്ടേഴ്സ്, സൈക്കോളജിയിലൊക്കെ പ്രാവീണ്യം നേടിയ ഡോക്ടേഴ്സിനെ പ്രചരണത്തിന് അയക്കുന്നുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, അവരുടെ ബിഹേവിയർ പഠിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ വളരെ വ്യാപകമായ തോതിലുള്ള ഇത്തരം ആക്ടിവിറ്റീസ് കൂടി ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ തുഫാൻ്റെ ഏറ്റവും വലിയ ഫാൻസ് എന്ന് പറയുന്നത് കേരളത്തിലെ അമ്മമാരാണ്. അമ്മമാരെ ഇഷ്ടംപോലെ കോളുകൾ ഇപ്പോൾ വരുന്നുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ താങ്കളൊരു 2 ആൺകുട്ടികളുടെ അച്ഛൻ കൂടിയാണ്. അപ്പം ഒരു കേസിൽ ഒരു പയ്യൻ ആദ്യമായിട്ട് ഉൾപ്പെട്ടുകൊണ്ട് സ്റ്റേഷനിൽ വരികയാണ്. അങ്ങനെ ഒരു വിവരം താങ്കൾ കിട്ടുമ്പോൾ താങ്കൾ അച്ഛനാണോ അതോ ആഭ്യന്തരമന്ത്രിയാണോ കൂടുതൽ ആക്റ്റീവ് ആവുക? അച്ഛനാണ് കൂടുതൽ ആക്റ്റീവ് ആവുക, പിന്നീടാണ് ആഭ്യന്തരമന്ത്രിയാവുന്നത്. തീർച്ചയായും നമുക്ക് മക്കളുണ്ടല്ലോ. ഇപ്പോൾ ഒരു കുട്ടി അപകടത്തിൽപ്പെട്ടാൽ, കേസിൽപ്പെട്ടാൽ നമ്മുടെ മനസ്സെപ്പോഴും ഒരു അച്ഛൻ്റെ ഭാഗത്താണ്, അച്ഛനായിട്ടാണ്. പിന്നീട് സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ നടപടികളുടെ ഭാഗത്താണ്. അതുപോലെ ഇപ്പം കാലം പുരോഗമിക്കും തോറും, ഇപ്പം അങ്ങ് 2014 ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് കഞ്ചാവും ഈ പറഞ്ഞ ചെറിയ സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്, പാൻ മസാലയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് അത് സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് മാറി, സസ്യങ്ങളിൽ നിന്ന് ലാബിലോട്ട് എത്തി. പിന്നെ അതിൻ്റെ പെഡ്ലിങ്ങിൽ വ്യത്യാസം വന്നു. ഇപ്പോൾ ടെലിഗ്രാമിലും അതുപോലെ അവിടെയൊക്കെ ആക്റ്റീവ് ആയിരുന്നു. വാട്സപ്പിൽ ഓർഡർ ചെയ്ത് കേസൊക്കെ ഉണ്ട്. ആ ഒരു പേയ്മെൻ്റ് എടുത്ത് ക്രിപ്റ്റോ കറൻസി വെച്ചാണ് ഒരു ഹയർ ലെവൽ പെഡ്ലിങ്ങിൽ, താഴേക്ക് വരുമ്പോഴേക്കും GPay ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് ഇതിനെ ട്രേസ് ചെയ്യാൻ സൈബർ ഡോം വഴിക്ക് എന്തെങ്കിലും മൂവ്മെൻ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലെ ട്രേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്ന ആ രീതിയിലല്ലേ. അവരിപ്പോൾ ആധുനികമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രേഡിങ് നടക്കുന്നു. അതുപോലെ ആ രീതിയിലുള്ള ഉപയോഗം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് സൈബർ ഡോമും കേരള പോലീസിൻ്റെ സൈബർ നെറ്റ്വർക്കും അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനേക്കാൾ കുഴപ്പമാണ് ഡ്രോപ്പിംഗ് ആണിപ്പോൾ. ഇപ്പോൾ ട്രെയിനിൽ പോകുന്ന ആളുകൾ സ്ഥലം പറഞ്ഞിട്ട് പറയും ഇന്നടത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യും, അവിടെ എടുത്തുകൊള്ളുക. കാരണം ഇപ്പോൾ പോലീസ് പിടിക്കാൻ ഇറങ്ങിയത് കൊണ്ട് ഒരു ഡ്രോപ്പിങ് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ശക്തമായ നിരീക്ഷണം അക്കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ വരുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു റിസർച്ച് നടത്തിയ സമയത്ത് ഞാനൊരു ഡോക്ടറോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു മയക്കുമരുന്നിൻ്റെ ഇടപാടെന്ന് പറയുന്നത് സർജറി സമയത്ത് BP കുറയുമ്പോൾ ആ BP എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല, പറഞ്ഞാൽ പിന്നെ അത് അന്വേഷിച്ച് പോകുന്നുള്ളതാണ്. ആ മെഡിസിൻ 7-8 കുട്ടികൾ ഷെയർ ചെയ്തു, ഒരു വയൽ ഷെയർ ചെയ്തുകൊണ്ട് ഇഞ്ചെക്ട് ചെയ്യാണ് ദേഹത്തോട്ട്. അപ്പോൾ BP താൽക്കാലികമായിട്ടൊന്ന് ഉയരുകയും അവർക്കൊരു എലിവേറ്റഡ് സ്റ്റേറ്റ്, ഈ ഒരു മരുന്ന് പോലും ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഈ എസെൻഷ്യൽ മരുന്നുകളെ മയക്കുമരുന്നായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ എങ്ങനെ കട്ടയിൽ ചെയ്യാം? തീർച്ചയായിട്ടും അത് ഞാൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞു. നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മരുന്നും ആർക്കും കൊടുക്കാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ കൊടുത്താൽ പോലീസിൻ്റെ പിടി വീഴും. ഇന്നിപ്പോൾ ഈ കേരളത്തിൽ കഞ്ചാവോ ഹൈബ്രിഡ് കഞ്ചാവോ MDMA ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട്. കിട്ടാതിരിക്കുമ്പോഴേ അവരെന്ത് ചെയ്യുന്നു, ഈ മാരകമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്ന് പോലും കുത്തിവെക്കുകയാണ്. അത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുത്തു കൊടുക്കുന്നു. അത് ഞങ്ങളെ ഗൗരവമായിട്ട് കാണും. ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ മരുന്നുകൾ കൊടുക്കാൻ പാടില്ല. അത് ലുക്രേറ്റീവ് ബിസിനസ്സാക്കി നമ്മുടെ ഫാർമസികൾ മാറ്റാൻ പാടില്ല. എല്ലാവരും ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെയ്യുന്ന ആളുകൾ നിർത്തിക്കണം. അല്ലെങ്കിൽ ഒരു സംശയം വേണ്ട, ആ നടപടി ആ പ്രവർത്തനം ചെയ്യുന്നവരെ പോലീസ് പിടിക്കും. ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ ദുർഭാഗ്യവശാൽ നമ്മൾ മയക്കുമരുന്ന് അടിമയായി ഒരാളെന്ന് വിചാരിക്കുക. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ, സാറിനൊരു മരുമകനാകാം, ആരെങ്കിലും ഒരാളായി വളരെ അടുപ്പമുള്ള ഒരാളായിരിക്കാം, നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവരെ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യാൻ പറ്റുക ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. കേരളത്തിൽ നിലവിൽ അതിൻ്റെ സൗകര്യങ്ങൾ കുറച്ച് പരിമിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉള്ള സ്ഥലങ്ങളിൽ സൗകര്യങ്ങൾ കുറവാണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കുന്നത് ഒരു നടപടിയെക്കുറിച്ചാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സ്വകാര്യ ആശുപത്രികളുണ്ട്. അവിടങ്ങളിൽ ഒരു ബ്ലോക്ക്, അവിടെയൊക്കെ സൈക്കാട്രിസ്റ്റുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. ഈ ഡി അഡിക്ഷന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് മാൻഡേറ്ററി ആയിട്ട് തുടങ്ങണമെന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ
അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയാണ് ആദ്യം ഇതിനു വേണ്ടി മുന്നോട്ട് പോകുന്നത്. അവിടെ അതിൻ്റെ സ്റ്റേറ്റ് തല ഉദ്ഘാടനം നടന്നു. വളരെ നല്ല നിലയിൽ അവർ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. കേരളത്തിലെ 35ഓളം പ്രധാനപ്പെട്ട ആശുപത്രികളുമായി ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ തയ്യാറാണ്. കാരണം അഡിക്റ്റായി പോയ ആളിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അത് നമ്മുടെ ധർമ്മമാണ്. അഡിക്റ്റായ ആളിനെ വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. അയാളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അതിനുവേണ്ടി ഈ ആശുപത്രികൾ മിക്കവാറും ആളുകൾ തയ്യാറായിട്ടുണ്ട്. ഞാനൊക്കെ ഇപ്പോൾ കത്തയച്ചിരിക്കുകയാണ്. അവരുമായിട്ട് നമ്മുടെ സംഭാഷണത്തിലാണ്. അവരതിന് തയ്യാറാണ്. അങ്ങനെയുള്ള ആളുകളെ സൗജന്യമായി ഇപ്പം തന്നെ ഏതാണ്ട് 60-70 പേരോളം ഞങ്ങൾ വിവിധ ആശുപത്രികളിൽ, പേര് പറയുന്നത് ശരിയല്ലോ, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പല ആളും ഇപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാന ആസ്പെക്റ്റ് ഉള്ളത് കലാകാരന്മാരുടെ ഉല്ലാസത്തിന് വേണ്ടിയുള്ള ഉപയോഗം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കഞ്ചാവിൻ്റെ ഉപയോഗമാണ്. കഞ്ചാവിന് അത് കേരളത്തിലെ സിനിമാ വ്യവസായത്തിലൊക്കെ ഒരുപാട് ഇത് ഇൻഫിൽട്രേറ്റഡ് ആണ്. അപ്പം ഈ അവർ പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ഉപദ്രവമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നവരോട് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? ഇല്ല, അങ്ങനെ ഒറ്റയ്ക്ക് ഉപയോഗിക്കാൻ നിരോധിത വസ്തുക്കൾ ഉപയോഗിക്കാൻ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? അതും സ്വാതന്ത്ര്യമൊന്നുമല്ല. ജീവിതത്തിൽ കഴിഞ്ഞ 60 വർഷം സിനിമാ രംഗത്തേക്ക് ശ്രീകുമാരൻ തമ്പി എന്നോട് പറഞ്ഞു, ഒരു തുള്ളി മദ്യം ഞാൻ കുടിച്ചിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് എന്താ കല ആവിഷ്കാരം ഇല്ലാത്തതുകൊണ്ടാണോ? അദ്ദേഹത്തെ പോലെ സിനിമ അങ്ങനെ ആരാ ഉള്ളത്? സംവിധാനം ചെയ്ത ആരാ ഉള്ളത്? നിർമ്മാണം നടത്തിയ ആരാ ഉള്ളത്? അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതൊക്കെ അഹങ്കാരമാണ്. ഇത് കുടിച്ചാലേ കല വരുവുള്ളൂ എന്ന് ആരായി പറഞ്ഞത്? നിരോധിതമായ ഉപകരണങ്ങൾ ആര് ഉപയോഗിച്ചാലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള അധികാരം പോലീസിനുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം, ക്യാരവാൻ പരിശോധിക്കും, 5 സ്റ്റാർ ഹോട്ടൽ പരിശോധിക്കും, മാത്രമല്ല DJ പാർട്ടികൾ പരിശോധിക്കും. അതൊക്കെ നിർത്തിക്കോളാനാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ രസകരമായ കാര്യം, കേരളത്തിൽ ഇപ്പോൾ DJ പാർട്ടികൾ 70% കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ബുക്ക് ചെയ്ത DJ പാർട്ടികൾ പോലും ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ എടുക്കുകയാണ്, കഴിഞ്ഞ ഓപ്പറേഷൻ തുഫാൻ തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ നടന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, റോഡ് ആക്സിഡൻറ്റ്സ്, അതിന് മുമ്പുള്ള സാഹചര്യം തമ്മിൽ താരതമ്യ പഠനം നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പഠനമായിരിക്കും. ഒരു പാർട്ടി ഭരിക്കുന്നു, മറ്റൊരു പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ പാർട്ടി കൊണ്ടുവരുന്ന നയങ്ങളോട് ചിലപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാവാം. പക്ഷേ തൂഫാൻ അങ്ങനെ ഒരു പദ്ധതി അല്ല. ഒരാൾക്കും ഇതിലൂടെ ഇതിലുണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ മറ്റു പാർട്ടിയുള്ള ആൾക്കാരല്ല, ഒരുപക്ഷെ ഈ മാധ്യമങ്ങൾ, ഞാൻ സ്പെസിഫിക്കായിട്ട് പേരുകളൊന്നും പറയുന്നില്ല, ചില മാധ്യമങ്ങളിൽ തന്നിരിക്കുന്ന ചില നമ്മൾ പറയുന്ന ഈ നിരീക്ഷകരെ പോലുള്ള ആളുകളും ചില ചാനലിലെ ആങ്കേഴ്സും ഒക്കെയാണ് ഇതിനെ ഒരു ഇകഴ്ത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടോ? ഒരു കാര്യം എനിക്ക് വലിയ സന്തോഷമുണ്ട്. കേരളത്തിലെ ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ 140 MLA ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ആളുകളും ഇതിനെ സഹകരിക്കുന്നുണ്ട്. ഇതൊരു ഗവൺമെൻറ് പരിപാടിയാണ്, അതുകൊണ്ട് ഇതിനെ എതിർക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നെ കണ്ട മുഴുവൻ പ്രതിപക്ഷ MLA മാരും നേതാക്കളും എന്നെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. എന്നെ മീൻസ് ഈ പദ്ധതി അഭിനന്ദിക്കുകയാണ് ചെയ്തത്. പിന്നെ ചാനലുകളിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴത്തെ കമൻറ്റ് വായിച്ച് നോക്കിയാൽ മതി. ഞാൻ സ്പെസിഫിക്കായിട്ട് ചോദിക്കുന്നത് ഇതാണ്, അതായത് താങ്കൾ ഇതിനെ ഒരു ജനകീയമാക്കാൻ വേണ്ടിയിട്ടാണ് തൂഫാൻ വാരിയർ ബാഡ്ജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ എന്നെ കണ്ടാൽ പിടിച്ചു വെച്ച് ബാഡ്ജ് തന്നു കളയുമോ എന്നൊരാൾ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, അതാ ചോദിച്ചത്. അല്ല, അതിന് താഴെയുള്ള കമൻറ്റ് ഒന്ന് വായിച്ച് നോക്കി വെച്ചാൽ മതി, അത് മനസ്സിലാവും. ജനങ്ങൾ എവിടെ നിൽക്കുന്നു അതവർ മനസ്സിലാക്കട്ടെ. ആരും നിർബന്ധിച്ച് ബാഡ്ജ് കുത്തിക്കുന്നില്ല. പക്ഷെ അത് ഇപ്പം മോഹൻലാൽ ഒരു ബാഡ്ജ് കുത്തിയാൽ അതൊരു സന്ദേശമാണ് അല്ലേ? ഒരു ബിഷപ്പ് ഒരു ബാഡ്ജ് കുത്തിയാൽ സന്ദേശമാണ് അല്ലേ? അപ്പോൾ അതിനെ എതിർക്കേണ്ടത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എതിർക്കുന്നവർ എതിർത്തോട്ടെ. പക്ഷേ അവർ പറഞ്ഞ കാര്യങ്ങൾ താഴോട്ട് വായിച്ച് നോക്കിയാൽ ജനങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു ഉപഭോക്താക്കളായിരുന്ന അല്ലെങ്കിൽ മുൻ ഉപഭോക്താക്കളായിരുന്ന ഏതെങ്കിലും കുട്ടികളായിട്ടൊക്കെ അങ്ങ് നേരിട്ട് സംബന്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിത് തുടങ്ങാനൊരു പ്രധാനപ്പെട്ട കാരണം, എറണാകുളത്ത് ഞാൻ കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് എന്നെ കാണാൻ വന്ന ഒരു അമ്മയുടെ കരച്ചിലാണ്. ഞാൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുകയായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. ഒരു സ്ത്രീ വന്നു. അപ്പോൾ പോലീസുകാരോടെങ്കിൽ അവർ സ്ത്രീയെ കടത്തി വിട്ടില്ല. അവരുടെ ഒരു മകളുമുണ്ട്. ഞാൻ പറഞ്ഞു വിടാൻ അവസാനം ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞു അവരെ വിടാൻ പറഞ്ഞു. അവരെൻ്റെ അടുക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് കരയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ കരച്ചിലിനകത്ത് കാര്യം പറ. അവരെന്നോട് പറയാം, എൻ്റെ സാറേ, എൻ്റെ ഈ കുഞ്ഞിൻ്റെ മുകളിൽ ഒരു കുട്ടിയുണ്ട്, ആൺകുട്ടിയാണ്, 12 വയസ്സുണ്ട്. അവന് എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു ബിസ്ലടി കേൾക്കാം, അവൻ ഓടിപ്പോവും. പിന്നെ അവൻ പറഞ്ഞാൽ 9-10 മണിയാവും. വരുമ്പോൾ അവൻ നേരെ റൂമിൽ കയറി റൂം അടയ്ക്കുകയാണ്. ഒന്നും ഭക്ഷണം കഴിക്കത്തില്ല, ഒന്നും കഴിക്കും. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് സാറേ അറിഞ്ഞത്, ഞങ്ങളൊന്ന് വീട്ടിനടുത്തൊരു വലിയ കഞ്ചാവ് ഉപയോഗിക്കുന്ന സെറ്റുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിക്കും. അവരാണ് അതിനെ കൊണ്ടുപോയി. 12 വയസ്സേ ഉള്ളൂ. സാർ എങ്ങനെയെങ്കിലും ഇതൊന്ന് നിർത്തിത്തരണം എന്ന് പറഞ്ഞു. സ്ഥലവും പറഞ്ഞല്ലോ. ഞാൻ അപ്പം തന്നെ കമ്മീഷണറെയും IG-യും വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഇമ്മീഡിയറ്റായിട്ട് നിർത്താനുള്ള നടപടിയുണ്ട്. പോലീസ് റെയ്ഡ് ചെയ്തു. ഭയങ്കരമായ
ആക്ടിവിറ്റി ഉണ്ടായി, അതെല്ലാം നിർത്തി. നമ്മൾ പിന്നീട് ആ കുട്ടിയെ കാണുന്നത് ഇപ്പോഴ് ഓപ്പറേഷൻ തുഫാൻ ഞാൻ എറണാകുളത്ത് സെൻറ്റ് തെരേസാസ് സ്കൂളിൽ പരിപാടിക്ക് വന്നപ്പോഴാണ് അവർ വന്നു സ്റ്റേജിൽ വന്നു, സാറേ ഞാനാണ് ആദ്യത്തെ തുഫാൻ വാരിയർ, ഞാനാണ് ആദ്യത്തെ തുഫാൻ വാരിയർ എന്നവരെന്നോട് പറയുകയാണ്. എനിക്ക് സത്യത്തിൽ ഞാൻ കരഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞെൻ്റെ. കാരണം അവരിട്ട് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനൊരു പക്ഷേ പത്രങ്ങൾ അവരുടെ പേരൊക്കെ ഇട്ടു. അപ്പോൾ അവരെന്നോട് പറയും, സാറേ എൻ്റെ മോനെ രക്ഷിച്ച സാറാണ്, ഇതുപോലെ എത്രയോ മക്കളെ നമുക്ക് രക്ഷിക്കാൻ കഴിയും എന്നെനിക്ക് തോന്നി. ആ മക്കളെ രക്ഷിക്കണ്ടേ, ഞാനൊരു അച്ഛനല്ലേ, നമ്മുടെ കുട്ടികളെ രക്ഷിക്കണ്ടേ, അതിനു വേണ്ടി, അല്ലാണ്ട് ഇത് വേറെ ഒന്നിനും വേണ്ടി തുടങ്ങിയതല്ല. നമ്മളങ്ങനെ ചെയ്യാൻ നമ്മളെ ഉത്തരവാദിത്തമുള്ള സ്ഥാനത്തിരിക്കുമ്പോൾ ചെയ്യണ്ടേ. നമ്മൾ ചെയ്യാൻ ആരെങ്കിലും വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാതിരിക്കണോ? നമ്മൾ ചെയ്യും. ആര് വിമർശിച്ചാലും എനിക്ക് പ്രശ്നമല്ല. കാരണം ഇത് എൻ്റെ ദൗത്യമാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നർക്കോട്ടിക് DYSP ഉണ്ട്, ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ? നർക്കോട്ടിക് CIമാരുണ്ട്, ഡാൻസാഫ്, അവരുടെ ഫുൾ നെയിം എടുത്ത് നോക്കിയാൽ നർക്കോട്ടിക് പിടിക്കാനുള്ള ചുമതലയാണ് അവർക്കുള്ളത്. അതൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇതൊന്നും ചുമ്മാ വെറുതെ പോസ്റ്റിങ് വാങ്ങി ചെയ്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ സവിശേഷമായിട്ടുള്ളൊരു നർക്കോട്ടിക് സാഹചര്യമുള്ളത് ഇവിടെ ഇപ്പോൾ നമ്മൾ അന്യസംസ്ഥാന അല്ലെങ്കിൽ ഇതര സംസ്ഥാന അതിഥി സംസ്ഥാന തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന ഈ നമ്മൾ ഭായിമാരൊക്കെ എന്ന് വിളിക്കുന്ന ആൾക്കാർ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, പെരുമ്പാവൂർ പോലെയുള്ള. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഇനിയും ഈ തൂഫാൻ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ തന്നെ അവിടെ ഭാഷയുടെ പ്രശ്നമാണോ? ഭാഷയുടെ പ്രശ്നമുണ്ട് അവർക്ക്. ഞാൻ അവിടെ പോയി, ഞാൻ ബൈ കോളനി പോയി. സാധാരണ അവിടെ ആരും പോകാൻ മടിക്കുന്ന സ്ഥലം. എന്താണ് പറഞ്ഞതെന്നൊന്ന്? ഞാൻ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഞാൻ അവരോട് ഹിന്ദി, കാരണം അവർ മലയാളം പറഞ്ഞാൽ അറിയില്ലല്ലോ. അപ്പോൾ ഹിന്ദിയിൽ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾക്കറിയാമല്ലോ ഈ സാധനം കഴിച്ചാൽ. അല്ല, ഇത് കാണുന്ന ഏതെങ്കിലും ഭായിമാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തെങ്കിലും ഒരു ഹിന്ദിയിൽ എന്തെങ്കിലും അവരോട് मैंने वो सारे हमारे भाई से बात किया, भाई कॉलोनी में गया, मैं उनसे बताया ये नशीले पदार्थों का इस्तेमाल मत करना है, क्योंकि आपको भी अपने पिता हैं, माता हैं, आपके वाइफ है और बच्चे हैं, उनके पाला पोषण करने के लिए आपने इधर दूर आया है, आप इधर कमाते हैं और केरला के लोगों को मदद करते हैं, लेकिन आपने जो कमाई करते हैं वो आपको अपने घर बार में भेजना चाहिए। इधर वो नशीले पदार्थों को खरीदने की कोई ज़रूरत नहीं है। वो आपको मन को ख़राब करते हैं, आपका हेल्थ को ख़राब करते हैं और आपको बिल्कुल आपका स्वास्थ्य को ख़राब करते हैं। इसीलिए मैं आपसे निवेदन करता हूँ कि आप बिल्कुल इसको छोड़ दीजिए, इसको भाग मत ले लीजिए। आप अपने प्रदेश में जब भी जाते हैं कि आपका इसके बारे में लोगों को बताना है, इधर भी बताना है, ये नशीले पदार्थ नहीं लेना है, इसको उपयोग मत, इस्तेमाल मत कीजिए, ताकि आपका स्वास्थ्य ठीक रहेगा और आपका परिवार का भी स्वास्थ्य ठीक रहेगा और आपका जो आमदनी है वो घर बार के लिए आपको भेज सकते हैं. ഇപ്പം നിലവിൽ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കപ്പെടുന്ന ആളുകളുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റിയിൽ കുറവാണെങ്കിൽ സ്റ്റേഷനിലോട്ട് കയറി അതേ വേഗത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ തിരിച്ചു വരാം. ഇപ്പോൾ ഈ തൂഫാൻ വന്നതിന് ശേഷം അങ്ങേക്ക് എന്ത് വാണിംഗ് ആണ് അവർക്ക് കൊടുക്കാനുള്ളത്? അല്ല, ഒന്നിൽ കൂടുതൽ തവണ പിടിച്ചാൽ അവരുടെ പേര് കാപ്പ വരെ ചുമത്താനുള്ള അധികാരമുണ്ട്, സംശയമൊന്നും വേണ്ട. പോലീസിന് 2-3 തവണ ഇങ്ങനെ അവർ കേസിൽ പെട്ടാൽ, FIR ഒക്കെ ഇട്ട് കേസിൽ പ്രതികളായാൽ അവരുടെ പേര് കാപ്പ ചുമത്താം, അവരുടെ സ്വത്തുക്കൾ കണ്ടെത്താം. ഈ നിയമമൊക്കെ കേരളത്തിലുണ്ടേ. ഞാൻ കൊണ്ടൊന്നും അല്ലല്ലോ, ഈ നിയമമൊക്കെ കേരളത്തിലുണ്ട്. അതാരും ഉപയോഗിച്ചില്ല എന്നല്ലേ ഉള്ളൂ. ഞാനത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കും. സ്വത്ത് കണ്ടെത്തുന്നുണ്ട് ഇപ്പോൾ കുറേ പേരുടെ കണ്ടുകിട്ടുന്നുണ്ട്. സ്വത്ത് കണ്ടെത്തും, കാപ്പ നിയമപ്പെടുത്തും, ജാമ്യം കിട്ടാതെ വരും, ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും, ഒരു സംശയവും വേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ. ആരെങ്കിലും എതിർത്താലും എനിക്ക് പ്രശ്നമില്ല. എതിർക്കുന്നവരും അത് സ്വയം ചിന്തിച്ചാൽ മതി. നമുക്കെല്ലാം മക്കളുണ്ട്, അതാണ് പെൺ വ്യത്യാസമില്ല, നമ്മുടെ കുട്ടികളുണ്ട്. അവരെ മോചിപ്പിക്കാൻ ആരെങ്കിലും, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് മുന്നോട്ടിറങ്ങണ്ടേ? 10 വർഷമായിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തില്ലല്ലോ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് തെറ്റുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാമല്ലോ. അതുകൊണ്ട് അതിനൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ്. ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലീസിൻ്റെ ചെയ്യേണ്ട ഡ്യൂട്ടികൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ അവരെ കൊണ്ട് ആ ഡ്യൂട്ടി ചെയ്യിപ്പിക്കുക. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിരോധിത മയക്കുമരുന്നും കേരളത്തിൽ വ്യാപകമായി ഒഴുകുമ്പോൾ ഞാൻ നിശബ്ദനായിരിക്കണോ? അതോ ഞാൻ നിലവിലിരിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കണമോ? അതാണ് എൻ്റെ മുമ്പിലുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ്
ഓപ്പറേഷൻ തുഫാൻ.